നമ്മൾ ജീവിതത്തിലെല്ലാം അഫർമേഷൻസ് എടുക്കും. നമ്മളെ ജീവിതത്തിൽ അഫർമേഷൻസ് എടുക്കാത്ത ആരുകളും ഉണ്ടാവില്ല. നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. 3 അഫർമേഷൻസ് ഐ ടെൽ യു, ഇറ്റ് ഈസ് മസ്റ്റ് ഫോർ എനി ഗ്രോത്ത്. ഒന്നാണ് ഡു ഇറ്റ് നൗ. എന്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് നാളത്തേക്ക് മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ ചെയ്യുക. നമ്മൾ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ ചെയ്യുക. ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ന് ചെയ്യുക. നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം, പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ ഒഴിവാക്കാനാണ് ഡു ഇറ്റ് നൗ. രണ്ടാമത്തെ അഫർമേഷൻ ആണ് ഐ എൻജോയ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് തിങ്സ് ഇൻ മൈ ലൈഫ്. ഞാൻ എൻജോയ് ചെയ്യുന്നത് പുതിയതും എനിക്ക് അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ്. പുതിയതും അത്ഭുതപ്പെടുത്തുമായ കാര്യങ്ങളാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്, ഞാൻ ആസ്വദിക്കുന്നത്. മൂന്നാമത്തെ അഫർമേഷൻ ആണ് ഐ ആം എ ക്വിക്ക് ലേണർ ആൻഡ് ഫാസ്റ്റ് ഇംപ്ലിമെന്റർ. പെട്ടെന്ന് കാര്യം ഗ്രഹിക്കുക, അത് പെട്ടെന്ന് നടപ്പിൽ വരുത്തുക. ഏതൊരു മനുഷ്യന്റെയും ഏതൊരു പ്രൊഫഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓത്ത്, ദാറ്റ് ഈസ് എ ക്വിക്ക് ലേണർ. ഈയിടെയായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ട്രസ്റ്റ്, വിശ്വാസം. അത് ചികിത്സാ രംഗത്തായിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, ഏതൊരു കാലഘട്ടത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, there are 2 factors. One is positivity and one is negativity. ഒരു വ്യക്തി ബേസിക്കലി ഹീസ് എ നെഗറ്റീവ്, നോട്ട് പോസിറ്റീവ്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് മീഡിയാസ് നെഗറ്റീവ് വാർത്തകൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഏത് മീഡിയാസ് ആണെങ്കിലും ആ മീഡിയയുടെ ഫ്യൂവൽ ദാറ്റ് ഈസ് നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി അല്ല. പോസിറ്റിവിറ്റി ആർക്കും വേണ്ട, ഓൾ ഓർ ദം നീഡ് നെഗറ്റിവിറ്റി. അതുകൊണ്ടാണ് നെഗറ്റിവിറ്റി മാർക്കറ്റിംഗ് മീഡിയാസ് എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, വാട്ട് ഈസ് ഹ്യൂമൻ? വി ഹ്യൂമൻ ട്രസ്റ്റ് ഇൻ വൺ. ഒരു വ്യക്തിയിലോ ഒരു പ്രൊഡക്റ്റിലോ ഒരു സാധനത്തിലോ നമ്മൾ വിശ്വസിച്ചാൽ ഇറ്റ് വിൽ എക്സിസ്റ്റ് ബട്ട് നോട്ട് ടെല്ലിങ് എനിവൺ എൽസ്. നമ്മൾക്കത് വിശ്വാസമാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, മറ്റൊരാളോട് ഇത് പറയില്ല. എന്തോ കാരണമെന്ന് നമുക്കറിയില്ല, നമുക്ക് മറ്റൊരാളോട് നമ്മൾ പറയില്ല. അതുകൊണ്ടാണ് പല ആളുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ മറ്റാളുകളോട് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ